Welcome to Isha's Kitchen. ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ള മസാലപ്പൊടികൾ നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കസൂറി മേത്തി 1 ടീസ്പൂണ്, ഗരം മസാലപ്പൊടി 1 ടീസ്പൂണ്, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചാറ്റ് മസാല 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ തൈരും, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കടലമാവും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി നമുക്ക് ചിക്കനിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ചെറുനാരങ്ങ നീരും തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിക്കൻ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും, കുറച്ചൊരു ജ്യൂസി ആയിരിക്കും. അപ്പോൾ ചിക്കനിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും ചെറുനാരങ്ങ നീരും ഉപ്പൊക്കെ ഇട്ട് നന്നായി പറ്റിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ചിക്കനിൽ പുരട്ടി വയ്ക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികളൊക്കെ നമുക്ക് ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചാറ്റ് മസാല ഓപ്ഷനിലാണ് കേട്ടോ, അത് നിങ്ങളടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കസൂറി മേത്തി എന്തായാലും ഇട്ട് കൊടുക്കണം, അത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ചിക്കനിൽ നമ്മൾ മസാല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലോറും കടലമാവും കൂടി ചേർത്ത് കൈകൊണ്ട് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കൂടുതൽ നേരം ഇരിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി മസാല പുരട്ടിയ ചിക്കന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2-3 മണിക്കൂർ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് 2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരുവിധം ചൂടുള്ള എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഒരു സൈഡ് ആയിട്ടുണ്ട്, ഇനി നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടി വെക്കാം. നമ്മളുടെ ചിക്കൻ മുരിച്ചത് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ചിക്കനിലേക്ക് 2 ടീസ്പൂൺ റവയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈഡ് ചിക്കൻ നമുക്ക് ബിരിയാണിൻ്റെ കൂടെ സൈഡായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ പൊരിച്ച പത്തിരിയിൽ വെളിച്ചെണ്ണ പത്തിരി, അതിൻ്റെ കൂടി നല്ല ടേസ്റ്റാണ് ഈ ഫ്രൈഡ് ചിക്കന്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും ഒരു ജ്യൂസി ആയിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.